ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ കന്യാകുമാരിയിൽ എത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ അവസാനിപ്പിച്ചത്. ആ ദിവസത്തെ നമ്മുടെ കന്യാകുമാരിയിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കന്യാകുമാരി എത്തിയപ്പോൾ തന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിലെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ് വാങ്ങിക്കാനായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ സൺസെറ്റ് കാണാനായിട്ടാണ് വന്നത്, പക്ഷേ അവിടെ എത്തിയപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നിന്ന് കുറച്ച് അധികം താഴോട്ടിറങ്ങി നടന്നാലേ നമുക്ക് ബീച്ചിലെത്താൻ പറ്റുള്ളൂ. നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ നേരെ ഇരുട്ടി വരികയാണല്ലോ. ആ ലൈറ്റ് കാണുന്നതാണ് വിവേകാനന്ദ പാറ. പോയിട്ടുള്ളവർക്കെല്ലാം അറിയായിരിക്കും. പിന്നെ നോക്കി നല്ല തിരക്കാണ്. കുറേ പേര് കുളിക്കുന്നുണ്ട്, കുറേ പേര് ബീച്ചിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. കുറച്ച് സമയം അവിടെ നിന്ന ശേഷം ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നേരെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഫ്രഷപ്പ് ആയിട്ട് രാത്രിയിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു അമ്പലമാണിത്, വഴിയിലുണ്ടായിരുന്നതാണ്. ബീച്ച് സൈഡിൽ തന്നെയാണ് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളുമാണ്. നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് തിരിച്ചു വന്ന് കുറച്ച് സമയം ബാൽക്കണിയിലൊക്കെ ഇരുന്നു. വീട്ടിൽ നിന്ന് രാവിലെ വന്നതുകൊണ്ട് തന്നെ ഗോഗോലാൻഡിൽ എൻജോയ് ചെയ്തതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ കാര്യം പറഞ്ഞൊക്കെ ഇരുന്നിട്ട് നേരെ ഉറങ്ങാനാണ് പോയത്. എന്നിട്ട് അവരെല്ലാവരും രാവിലെ എണീറ്റിട്ട് സൂര്യോദയം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ടാണ് രാവിലെ എണീറ്റ് സൂര്യോദയം കാണാൻ പോവാതിരുന്നത്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ പോവാതിരുന്നതിൽ വളരെ നഷ്ടം തന്നെ ആയിപ്പോയെന്ന് തോന്നി. ഇന്നെന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് പ്ലാന്. സൂര്യോദയം കാണാൻ പോയവരൊക്കെ തിരിച്ചു വന്ന ശേഷം എല്ലാവരും ഫ്രഷ് ആയിട്ട് നേരെ രാത്രി ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റ് ആണ്. അടിപൊളി ഫുഡായിരുന്നു. ചായ ആയാലും അവിടുത്തെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എല്ലാവരും അകത്ത് നല്ല ഉറക്കക്ഷീണമുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വന്ന് അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ഒരു വയലുള്ള പ്രദേശമാണ്. നമ്മൾ വണ്ടിയിൽ കുറേ ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഇതുപോലെ മലനിരകളും നെൽപ്പാടങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞത്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത്. നമ്മൾ അവിടെ മുകളിൽ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ വയലിലോട്ട് ഇറങ്ങിയാണ്. കാരണം കുറച്ചും കൂടെ നല്ല വ്യൂ അവിടെ ഇറങ്ങി നിന്നാലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷമാണ് അവിടെ കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ അടക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. പിന്നെ അവിടെ നമ്മൾ കുറച്ച് സമയം നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ തൃപ്പരപ്പിലാണ് പോയത്. തൃപ്പരപ്പിൽ നല്ല തിരക്കായിരുന്നു.
പിന്നെ അവിടെ കുറച്ച് സമയമൊക്കെ നിന്ന ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി നെട്ടയിലുള്ള സായി ഹോട്ടലിൽ കയറി. ഇത് നമ്മൾ ദുബായിലായിരുന്നപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അൽഫുഡി സൂരജേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ദൂരെ ആയതുകൊണ്ട് ആ കാര്യം അങ്ങ് മാറ്റി വെച്ചു. പക്ഷേ തിരിച്ച് കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം. അങ്ങനെ ഇവിടുത്തെ വ്യൂ ഇതാണ്. ഒരു ഡാമിൻ്റെ കരയിലിരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. ഇവിടുത്തെ പഴങ്കഞ്ഞിയാണ് ഏറ്റവും കൂടുതൽ ഫേമസ്. നല്ല വ്യൂ ആയിരുന്നു. നല്ല വ്യൂ കണ്ടിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മളവിടെ എത്തിയൊരു ടൈം ഈവനിങ് 3 മണിയാണ്. എങ്കിലും അവിടുത്തെ ഊണൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഊണാണ് പറഞ്ഞത്. ഊണിൻ്റെ കൂടെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫിഷ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫിഷ് അവർ ഈ ഡാമിൽ നിന്ന് പിടിക്കുന്നതാണ്. അത്യാവശ്യം കറികളോടുകൂടി ഊണാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ച്, ഊണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഊണായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ ഡാമിൻ്റെ അടുത്തൊക്കെ പോയി നിന്നു. നമുക്ക് എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസും മസ്റ്റ് ആണല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് കുറച്ച് സമയം അവിടെ നിന്നു. നിങ്ങൾ ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇങ്ങനെ ഡാമിൻ്റെ കരയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഫീൽ അത് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു വരികയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നെടുമങ്ങാട് വഴിയാണ് വന്നത്. അപ്പം നെടുമങ്ങാട് പഴകുറ്റിയിൽ ഫേമസ് ആയിട്ടുള്ള കാസിം സർബത്ത് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. ഇവിടെ തന്നെ വെറൈറ്റി സർബത്തുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടുത്തെ നോർമൽ സർബത്താണ് പറഞ്ഞത്. ഇതൊന്നും ഇവര് വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല, ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പോയ സമയത്ത് തിരക്ക് കുറവായത് കൊണ്ട് തന്നെ അകത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഇരുന്നു. നമ്മൾ കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം സർബത്തിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. എന്നാലും വെയിറ്റ് ചെയ്തെങ്കിലും നല്ല ക്വാണ്ടിറ്റിയോട് കൂടി സൂപ്പർ സർബത്ത് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ഇതിന്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു ചായക്കട കണ്ടായിരുന്നു. ഇത് പഴയ ഒരു മോഡലിലാണ് പണിതിരിക്കുന്നത്. അങ്ങനെ അവിടെ ചായ കുടിക്കാന്നും പറഞ്ഞ് കയറി. ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഐറ്റംസ് ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ ചായയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോ ചായയും കുടിച്ച് പഴംപൊരിയൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലോട്ടാണ് പോയത്. ഒരു 7:30 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെല്ലൈക്കനിൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഫാമിലി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.